ഹലോ ഡിയേഴ്സ്, നമ്മുടെ ഫ്ലുവൻസി ചലഞ്ച് റിലേറ്റഡ് വീഡിയോസ് നമ്മൾ ഓരോ സെഗ്മെന്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ബേസിക് ആയിട്ടുള്ളത് പറഞ്ഞു. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് വളരെയധികം ആളുകൾ കൺസേൺ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. കാരണം നമ്മൾ കഴിഞ്ഞ 1-2 വീഡിയോസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കാര്യം ചെയ്തു എന്നെങ്ങനെ പറയാം, ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെ പറയാം എന്നുള്ളതായിരുന്നു. അപ്പോൾ കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് തമ്മിൽ ഇപ്പൊ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ ഞാൻ അവിടെ പോയി എന്നുള്ളതിന് ഐ വെന്റ് ഡേ എന്ന് പറയും, ഐ ഹാവ് ഗോൺ ഡേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്നുള്ളത്. ഇത് രണ്ടും തമ്മിൽ ഇപ്പൊ എന്താ വ്യത്യാസം? രണ്ട് പറഞ്ഞാലും നമ്മൾ പാസ്റ്റിൽ ചെയ്ത ഒരു കാര്യം തന്നെയല്ലേ. അപ്പൊ അതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് പറഞ്ഞാൽ പോരെ? ഇത് രണ്ടും ഇങ്ങനെ പഠിച്ച് ബുദ്ധിമുട്ടണോ എന്നുള്ള സംശയം കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ സംശയം ഇപ്പൊ നിങ്ങൾക്കും വന്നിട്ടുണ്ടല്ലോ അല്ലെ? സംഭവം റെഡിയാണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ അത് മതി. അപ്പോ ഇതിന്റെ ഒരു വ്യത്യാസം വളരെ സിമ്പിൾ ആണ്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. നോക്കണോ, ഷീ കെയിം അല്ലെ, ഷീ കെയിം അവൾ വന്നു. ഇതേ സാധനം നമ്മൾ എന്തും പറയും, ഷീ ഹാസ് കം അവൾ വന്നിട്ടുണ്ട്. ഇത് രണ്ടും പാസ്റ്റിൽ നടന്ന കാര്യമാണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ ഇത് നടന്നിട്ടുണ്ട് എന്നുള്ളത് അറിയാലോ. പിന്നെ എന്തിനാ ഈ രണ്ടും പഠിക്കുന്നത് എന്ന് സംശയം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ എഴുതുമ്പോഴും പറയുമ്പോഴൊക്കെ ഒന്നുകൂടെ ഒന്ന് സ്റ്റാൻഡേർഡ് ആവാനും സ്റ്റൈലിഷ് ആവാനും നമുക്ക് അത് ഉപകരിക്കും. അപ്പൊ നമ്മൾ നോക്കിക്കോളൂ, നമ്മൾ ഐ വെന്റ് ദേർ അല്ലെങ്കിൽ ഷീ കെയിം എന്നൊക്കെയുള്ള വേർബിന്റെ രണ്ടാമത്തെ ഫോം ഉപയോഗിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്തു എന്ന് പറയാന് വേർബിന്റെ രണ്ടാമത്തെ ഫോം ഉപയോഗിച്ചാൽ മതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ആവശ്യമുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാല് when the time of the action is given or it is required. അതായത് നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ അത് എപ്പോ ചെയ്തു എന്നുള്ള സമയം നമ്മൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അത് എപ്പോ ചെയ്തു എന്നൊന്ന് അറിയാൻ അവിടെ ഒരു ആവശ്യമുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ പറയുന്ന സ്ഥലത്താണ് ഈ വെന്റ്, അതായത് V2 മാത്രം ഉപയോഗിച്ച് നമ്മൾ പറയാം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഐ വെന്റ് ദേർ യെസ്റ്റർഡേ എന്നുകൂടി പറയുമ്പോഴാണ് അതെന്താകുന്നത്, കറക്റ്റ് ആകുന്നത് എന്നർത്ഥം. ഷീ കെയിം ഹിയർ ലാസ്റ്റ് വീക്ക്. ഇങ്ങനെ ഒരു സമയം, അത് നടന്ന സമയം എന്താകുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് അവിടെ ഒരു ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കും, ഈ വേർബിന്റെ രണ്ടാമത്തെ ഫോം ഉപയോഗിച്ചിട്ട് പറയും. അപ്പൊ സിമ്പിൾ അല്ലേ? അപ്പൊ അടുത്തത് ഈസിയാണ്. കാരണം അപ്പൊ ഐ ഹാവ് ഗോൺ ദേർ, നമ്മൾ ഈ ഹാവ് വെച്ചിട്ട് അപ്പൊ എപ്പോഴാ പറയാ, അല്ലെങ്കിൽ ഹാസ് വെച്ചിട്ട് എപ്പോഴാ പറയാ? അതായത് നമ്മൾ ആ പറയുന്ന സ്ഥലത്ത് നമ്മൾ എപ്പോഴാണ് നടന്നത് എന്ന് പറയുന്നില്ല. പാസ്റ്റിൽ ആ കാര്യം നടന്നിട്ടുണ്ട്, പക്ഷെ എപ്പോഴാണ് നടന്നത് നമ്മൾ പറയുന്നില്ല. ഞാൻ നടന്ന സമയം നമുക്ക് അറിയാൻ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കാം, ഹാവോ ഹാസോ ഉപയോഗിച്ചിട്ട് അത് പറയാം. ഐ ഹാവ് ഗോൺ ദേർ, ഷീ ഹാസ് കം ഹിയർ എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ എപ്പോഴാണ് കാര്യം നടന്നത് എന്നുള്ളത് എന്താക്കേണ്ടതില്ല, നമ്മൾ പറയേണ്ടതില്ല, അതിന്റെ ആവശ്യമില്ല, നമ്മൾ പറയുന്നില്ല. അങ്ങനത്തെ സ്ഥലത്താണ് ഇത് പറയാം. അപ്പൊ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്രയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ നോക്കിക്കോളൂ, ഒന്നാമത്തെ എക്സാമ്പിൾ, ഞാൻ ഇന്നലെ അവിടെ പോയി. ഇതൊക്കെ നമുക്ക് പറയാം, ഞാൻ ഇന്നലെ അവിടെ പോയി. ഇപ്പൊ ഇവിടെ പോയി എന്നുള്ളതിന് വെന്റ് ആണ് വേണ്ടത് നമുക്കറിയാം അല്ലെ? ഇപ്പൊ ഇവിടെ വെന്റ് ആണോ ഹാവോ ഹാസോ വേണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ്? ഇതിൽ ടൈം പറയുന്നുണ്ടോ, കാര്യം നടന്ന സമയം പറയുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. അപ്പൊ ഇവിടെ ഇന്നലെ എന്ന് പറയുന്നുണ്ട്, അപ്പൊ V2 ഉപയോഗിച്ചിട്ട് നമ്മൾ പറഞ്ഞാൽ മതി. ഐ വെന്റ് ദേർ യെസ്റ്റർഡേ. കണ്ടില്ല, ഇവിടെ ഹാവോ ഹാസ് ഒന്നും ആവശ്യമില്ല. ഐ വെന്റ് ദേർ യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ അവിടെ പോയി. കാരണം അവിടെ നടന്ന സമയം നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അടുത്ത് നോക്കൂ, അവൾ കഴിഞ്ഞ ആഴ്ച അവളെ വിളിച്ചു. അവൻ കഴിഞ്ഞ ആഴ്ച അവളെ വിളിച്ചു. ഇതിൽ സമയം പറയുന്നുണ്ടോ? യെസ്, കഴിഞ്ഞ ആഴ്ച എന്നുള്ളൊരു സമയം അവിടെ വരുന്നുണ്ട് അല്ലെ? എപ്പോഴാണ് ഇത് നടന്നത് എന്നുള്ളത് ഇവിടെ പറയുന്നുള്ളതുകൊണ്ട് തന്നെ V2 ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞാൽ മതി. വേർബിന്റെ രണ്ടാമത്തെ ഫോം ഉപയോഗിച്ച ഹി കോൾഡ് her last week. He called her last week. Have or has ഒന്നും ആവശ്യമില്ല, കാരണം നമ്മളിവിടെ ഇത് നടന്ന സമയം പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇനി അടുത്ത് നോക്കിക്കോളൂ കേട്ടോ. ഫാത്തിമയും ജാസ്മിനും ജോലികൾ തീർത്തിട്ടുണ്ട്. ഫാത്തിമയും ജാസ്മിനും ജോലികൾ തീർത്തിട്ടുണ്ട്. അവർ എപ്പോഴാണ് തീർത്തത് എന്ന് ഇവിടെ പറയുന്നുണ്ടോ? പറയുന്നില്ല. അങ്ങനെ പറയാത്തത് കൊണ്ട് തന്നെ എന്താകും, ഇവിടെ നമുക്ക് വെറും V2 ഉപയോഗിച്ച് പറയാൻ കഴിയൂല. നമ്മൾ എന്താക്കണം, ഹാവോ ഹാസോ കൊണ്ടുവന്നിട്ട് പറയണം. ഇപ്പൊ ഇവിടെ ഫാത്തിമയും ജാസ്മിനും രണ്ടാളുണ്ടാവുമ്പം ഹാവ് ആണ് വേണ്ടത്. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുക, ഹാവ്. വേർബിന്റെ മൂന്നാമത്തെ ഫോം ഫിനിഷ്ഡ്. കണ്ടില്ലേ, ഫാത്തിമ ആൻഡ് ജാസ്മിൻ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക്. ഫാത്തിമയും ജാസ്മിൻ അവരുടെ ജോലികൾ തീർത്തിട്ടുണ്ട്. പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്, പക്ഷെ അവരെപ്പോ തീർത്തു എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതില്ല, അവിടെ പറയുന്നില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് പറയാം. ഒന്നുകൂടി നോക്കാം അല്ലെ? ബാബു അവരെ കണ്ടിട്ടുണ്ട്. ബാബു അവരെ കണ്ടിട്ടുണ്ട്. ഇവിടെ ടൈം പറയുന്നില്ല, എവിടുന്ന് കണ്ടു, എപ്പോ കണ്ടു എന്നൊന്നും പറയുന്നില്ല അല്ലെ? അപ്പൊ അങ്ങനെയാണ് സമയത്ത് നമുക്ക് ഇതുപോലെ എന്ത് പറയാം, ബാബു ഹാസ് സീൻ ദം. ഹാസ് വന്നത് എന്തുകൊണ്ടാണ്? ബാബു ഒരാളായതുകൊണ്ടാണ് കേട്ടോ. ബാബു ഹാസ്
ഷീന്തം ബാബു അവരെ കണ്ടിട്ടുണ്ട്. ഇനി ഈ ഡൗട്ട് എന്താകരുത്, നമുക്ക് ഉണ്ടാവരുത്. ഈ രണ്ടും ഒരുപോലെയല്ലേ, നമുക്ക് എവിടെ വേണമെങ്കിലും ഒരുപോലെ പറഞ്ഞുകൂടെ എന്നൊന്നും ചിന്തിക്കരുത്. ഈ ഒരു മാറ്റം ഇതിലുണ്ട് എന്നുള്ളത് നമ്മൾ എന്താക്കണം, മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇനി ഇത് നമുക്ക് എന്താകാം, തെറ്റാതെ പറയാം.